നമസ്കാരം. വെള്ളി നക്ഷത്രം വാരികയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള യാത്രകളിൽ അവിസ്മരണീയമായ ഓർമ്മകൾ തന്ന് കടന്നുപോയ മനുഷ്യനാണ് രവീന്ദ്രൻ മാസ്റ്റർ. അദ്ദേഹം വിടവാങ്ങിയിട്ട് 2 പതിറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിലും കരിയറിലും ഇത്രയേറെ സ്വാധീനം ചെലുത്തിയ മറ്റൊരു വ്യക്തിത്വമില്ല. മാസ്റ്ററുടെ ഓർമ്മകൾ മനസ്സിൽ മായാതെ നിൽക്കുകയാണ്. അത് ഇങ്ങനെ ഇരമ്പി നിൽക്കുന്നു. ഇത് പറയാൻ കാരണം ഇന്നലത്തേതുപോലെയാണ് മാസ്റ്ററുടെ അവസാന നാളുകളിലെ ഷൂട്ടിംഗ്. ദൂരദർശനിൽ അവതരിപ്പിച്ച ഹരിമുരളീരവം എന്ന മ്യൂസിക്കൽ പ്രോഗ്രാമിന് വേണ്ടി മാസ്റ്ററുടെ അഭിമുഖം ഇടയ്ക്കിടയ്ക്ക് ചിത്രീകരിക്കുമായിരുന്നു. അങ്ങനെ മാസ്റ്റർ കൊച്ചിയിൽ പാവക്കുളം ക്ഷേത്രത്തിനടുത്ത് ഒരു ഫ്ലാറ്റിൽ താമസിക്കുമ്പോഴായിരുന്നു അവസാനമായി അദ്ദേഹത്തെ കണ്ടതും ഷൂട്ട് ചെയ്തതും. അന്ന് ഈ പാവക്കുളം ക്ഷേത്രത്തിൻ്റെ ആൽത്തറയിൽ ഒരു PG സിൽക്കിൻ്റെ വലിയ ജൂബയൊക്കെ ഇട്ട് ചന്ദനക്കുറിയൊക്കെ ഇട്ട് അമ്പലത്തിൽ തൊഴുത് നമുക്ക് വേണ്ടി മാസ്റ്റർ തൻ്റെ അനുഭവ കഥകൾ വിവരിച്ചുകൊണ്ടിരുന്നു. അന്നത് ചിത്രീകരിച്ചത് പിൽക്കാലത്ത് മികച്ച ക്യാമറാമാനാവുകയും സംവിധായകനാവുകയും ഒക്കെ ചെയ്ത സമീർ താഹിർ എന്ന് പറയുന്ന ഒരു ക്യാമറമാനായിരുന്നു. മാഷ് അന്ന് ഒരുപാട് കഥകൾ പറഞ്ഞു. ഏറ്റവും അവസാനം ഷൂട്ട് ചെയ്തത് എറണാകുളത്ത് കലൂരിലുള്ള അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ വെച്ചായിരുന്നു. അന്ന് അദ്ദേഹം പുറത്തേക്ക് വന്നില്ല, അകത്ത് തന്നെ ഷൂട്ടിങ് നമുക്ക് വേണ്ടി ഈ കഥകളൊക്കെ പറഞ്ഞ് ഷൂട്ട് ചെയ്തു. എൻ്റെ കൂടെ അന്ന് P. ശ്രീകുമാർ എന്ന് പറഞ്ഞ ക്യാമറമാനായിരുന്നു. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. അന്ന് സമീർ താഹിറായിരുന്നു അത് ഷൂട്ട് ചെയ്തത്. അതിനുശേഷം പിന്നീട് ഒരു തവണ കൂടെ രവീന്ദ്രൻ മാഷിനെ നമുക്ക് ക്യാമറയ്ക്ക് മുമ്പിൽ ചിത്രീകരിക്കാൻ കഴിഞ്ഞു. അത് അന്ന് അദ്ദേഹം കലൂരിൽ താമസിച്ചിരുന്ന ആ പാവക്കുളം ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഫ്ലാറ്റിലെ ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു. അന്ന് അദ്ദേഹം മുറിക്കകത്ത് ഒരു കർട്ടൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കുറച്ച് സംഗീതാനുഭവങ്ങൾ പങ്കുവച്ചു. അന്ന് അദ്ദേഹത്തിന് ഇടയ്ക്ക് നിർത്താതെ ചുമയ്ക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു അസുഖത്തിൻ്റെ ഒരു ആരംഭമായിരുന്നു. അങ്ങനെ അദ്ദേഹം അന്ന് നമുക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അന്ന് പിരിയുകയും ചെയ്തു. അന്ന് തിരിച്ച് കൊച്ചിയിൽ നിന്ന് നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നത് എൻ്റെ ഓർമ്മ അതിന് അടുത്ത ദിവസമായിരുന്നു ഈ കേരളത്തിലാകെ ഇന്ത്യയിലാകെ ഈ സുനാമി ഉണ്ടായത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതാണൊരു അടയാളം. ആ ഒരു ഡിസംബറാണ്. ആ ഡിസംബർ കഴിഞ്ഞ് പിന്നെ അദ്ദേഹം അസുഖബാധിതനായി ചെന്നൈയിലേക്ക് പോവുകയാണ്. പിന്നീട് ഒരു 2-3 മാസത്തിന് ശേഷമാണ് അദ്ദേഹം വിടവാങ്ങിയത്. ഞാൻ പറഞ്ഞു വന്നത് നമ്മളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ ചലച്ചിത്ര പത്രപ്രവർത്തന ജീവിതത്തിൽ വളരെയേറെ സ്വാധീനം ഉണ്ടാക്കുകയും നമ്മളുടെ ജീവിതം തന്നെ വഴിതിരിച്ചു വിടുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിത്വമാണ് രവീന്ദ്രൻ മാസ്റ്റർ. അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നതിന് ശേഷമാണ് ഒരു സൗഹൃദം ആരംഭിക്കുന്നത്. രവീന്ദ്രൻ മാസ്റ്റർ ചെന്നൈയിലെ ജീവിതം മതിയാക്കി കേരളത്തിലേക്ക് വന്ന തിരുവനന്തപുരത്താണ് ആദ്യമായി അദ്ദേഹം താമസം തുടങ്ങുന്നത്. അങ്ങനെ തലസ്ഥാനത്ത് വന്നതിന് ശേഷമാണ് മാസ്റ്ററുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുന്നതും. മുൻപ് ചെന്നൈയിലൊക്കെ വെച്ച് ഇങ്ങനെ വരണം കാണണമെന്നൊക്കെ പറയുമെങ്കിലും നമ്മളങ്ങനെ അദ്ദേഹവുമായിട്ട് ഒന്ന് ഇരിക്കാനോ സഹവസിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ തിരുവനന്തപുരത്ത് വന്നപ്പോൾ അദ്ദേഹം വഴയിലയിലെ ഒരു വില്ലയിലായിരുന്നു. അപ്പോൾ അന്ന് കേരളാമതിയുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിരുന്ന BC ജോജോയും അദ്ദേഹത്തിനോടൊപ്പം ഞാനും, അതായത് എന്നോടൊപ്പം അദ്ദേഹവും അദ്ദേഹത്തിന് സംഗീതത്തിലൊക്കെ വളരെ ഒരു താല്പര്യവും അറിവും ഉണ്ടായിരുന്നുകൊണ്ട് നമ്മളുടെ ഒരു ജ്യേഷ്ഠനെ പോലെ. അപ്പോൾ അദ്ദേഹവും മാസ്റ്ററെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹവും ഒപ്പം വരികയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. അവിടെ വളരെ സ്നേഹസമ്പന്നമായ ഒരു ദിവസമായിരുന്നു, ഒരിക്കലും മറക്കാനാവാത്തൊരു ദിവസമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയും അനുഭവങ്ങളും ഒക്കെ ഇങ്ങനെ ഞങ്ങളുമായി പങ്കുവച്ചു. അപ്പോൾ അതൊരു വലിയ ഒരു ഇൻ്റർവ്യൂ പോലെ അത് രൂപപ്പെടുകയായിരുന്നു. അതൊരു അനുഭവക്കുറിപ്പായി മാറാൻ തക്ക തരത്തിലുള്ള ഒരു സംസാരമായിരുന്നു. അങ്ങനെ അത് വെള്ളി നക്ഷത്രത്തിൻ്റെ ഓഫീസിൽ വന്ന് എഡിറ്റർ പ്രസാദ് ലക്ഷ്മണനുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ, എന്നാൽ എന്തുകൊണ്ട് രവീന്ദ്രൻ മാസ്റ്ററുടെ ഒരു
ജീവിത കഥ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ഒരു പരമ്പരയായി എഴുതിക്കൂടാ എന്നുള്ള ഒരു ചർച്ച വന്നു. അങ്ങനെ ആ ഇൻ്റർവ്യൂവിൽ നിന്നാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതയാത്ര വെള്ളി നക്ഷത്രത്തിൽ എഴുതാൻ തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ അതൊരു വലിയ മാറ്റമായിരുന്നു. കാരണം അദ്ദേഹത്തിനുള്ള പോലെ ആരാധകർ അന്നും ഇന്നും കേരളത്തിൽ രവീന്ദ്രൻ മാസ്റ്റർക്ക് വലിയൊരു ആരാധക വൃന്ദം തന്നെയുണ്ട്. അത് വളരെ ശക്തവുമാണ്. അപ്പോൾ അത് നമ്മൾ വെള്ളി നക്ഷത്രത്തിൽ ഓരോ ആഴ്ച വരുന്ന കുറിപ്പുകളും അതിൻ്റെ പ്രതികരണങ്ങളും വളരെ നമ്മളെ കുറേ കൂടെ ഉത്സാഹഭരിതരാക്കി. അപ്പോൾ അങ്ങനെ നിരന്തരം മാസ്റ്ററെ കാണാൻ വേണ്ടി നമ്മൾ പോവുകയും അങ്ങനെ ഒരു നല്ലൊരു ബന്ധം അദ്ദേഹവുമായിട്ട് ഉണ്ടായി വരികയും ചെയ്തു. അപ്പോൾ മാസ്റ്ററിൻ്റെ അടുത്ത് പോയാൽ നമുക്ക് ഒരു വല്ലാത്ത ഒരു രസകരമായ നിമിഷങ്ങളാണ്. അദ്ദേഹം ചിലപ്പോൾ പാടും, ചിലപ്പോൾ കഥകൾ പറയും, ചിലപ്പോൾ ശബ്ദത്തിൽ മറ്റുള്ളവരെ അനുകരിക്കും. ഇത്രയും മനോഹരമായിട്ട് അനുകരിക്കുന്ന മിമിക്രിയിൽ നമ്മുടെ കലാകാരന്മാരെ വെല്ലുന്ന തരത്തിലാണ് ഓരോരുത്തരുടെയും ശബ്ദവും ഒക്കെ മാഷ അത് അവതരിപ്പിക്കുന്നത്, അനുകരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം മികച്ചൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിരുന്നു. അതൊരു ചരിത്രമാണ്. പഴയ നടൻ രവികുമാറിന് വേണ്ടി ഡബ്ബ് ചെയ്യുന്നത് രവീന്ദ്രൻ മാഷായിരുന്നു ആദ്യകാലത്ത്. അങ്ങനെ അദ്ദേഹമായിട്ടുള്ള ഒരു അടുപ്പം വർദ്ധിച്ചു വന്നു. അങ്ങനെ അദ്ദേഹം താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു വീട്ടിൽ ഒരു 3-4 മാസം അല്ലെങ്കിൽ ഏറിയാൽ ഒരു വർഷം അല്ലെങ്കിൽ ഒരു 6-7 മാസം, അത് കഴിഞ്ഞാൽ ആ വീട് മാറും. ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കില്ല. അപ്പം ഇദ്ദേഹം ആദ്യം വഴയിലെ ഒരു വില്ലയിലായിരുന്നു. അതിനുശേഷം പിന്നീട് നമ്മുടെ പട്ടം ജി ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഒരു അമ്പലത്തിനടുത്തൊരു വീട്, അവിടേക്ക് താമസം മാറി. അങ്ങനെ അവിടെ പോവും. എൻ്റെ വീടുമായിട്ട് അടുത്താണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാൻ അവിടെ പോവും. അങ്ങനെ രാവിലെ ചെന്നാൽ കുറേ നേരം സംസാരിച്ചിരുന്ന് ഈ കാര്യങ്ങളെല്ലാം എഴുതിയെടുക്കും. സംഗീതത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരും. നമുക്ക് വലിയ ധാരണയൊന്നുമില്ലാത്ത ഈ മേഖലയെക്കുറിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞു തരികയും ഒക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ആ ഒരു വീട്ടിൽ താമസിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും കുമാരപുരത്തേക്ക് വേറൊരു വീട്ടിൽ വന്ന് താമസിച്ചു. പിന്നീട് അവിടുന്ന് മാറിയിട്ടാണ് ഈ എറണാകുളത്തേക്ക് വരുന്നത്. അപ്പോൾ എറണാകുളത്ത് ദൂരമായതുകൊണ്ട് നമ്മൾ 2 തവണയാണ് ഇത് ചിത്രീകരിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ആദ്യം വെള്ളി നക്ഷത്രത്തിൽ പരമ്പരയായി ഇദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ എഴുതുകയും പിന്നീട് അത് ഡോക്യുമെൻ്റ് ചെയ്യുന്ന രീതിയിൽ ദൂരദർശനിൽ പരമ്പരയായി ചിത്രീകരിച്ച ഭാഗങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അങ്ങനൊരു ചരിത്രം, ഒരു വലിയ കമ്പോസറിൻ്റെ ഒരു ചരിത്രം നമുക്ക് രേഖപ്പെടുത്താനായി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈ 2 പതിറ്റാണ്ട് കഴിയുമ്പോൾ നമ്മളുടെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. അദ്ദേഹം വിടവാങ്ങിയതിനും 20 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 2 പതിറ്റാണ്ടിന് ശേഷമുള്ള ഈ കാലത്ത് ചില ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ്, അല്ലെങ്കിൽ ചില അനുഭവങ്ങൾ ഓർത്തെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് മാസ്റ്ററുമായിട്ട് സംസാരിക്കുമ്പോൾ മാസ്റ്റർ അന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഈ ചാനലുകളുടെ ഒരു തുടക്കകാലമാണ്. അപ്പോൾ ആ സമയത്ത് ഈ ചാനലുകളിലെ സംഗീത പരിപാടികൾ നിരവധിയുള്ളൊരു കാലം. അപ്പോൾ മാഷിൻ്റെ ഒരു ആശയം അന്ന് മാഷ് പറയുമായിരുന്നു. അതായത് ഒരു സംഗീത പരിപാടി, അവിടെ എഴുത്തുകാരൻ, ഗാനരചയിതാവ് അവിടെ വെച്ച് ഗാനം രചിക്കുന്നു, കമ്പോസർ ആ ഗാനം ചിട്ടപ്പെടുത്തുന്നു, ഗായകൻ അത് പാടുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആശയം മാഷിന് ഉണ്ടായിരുന്നു. വളരെ ലൈവായിട്ട് ഒരേ സമയം ഈ ഒരു പ്രവൃത്തി നടത്തുന്ന ഒരു പ്രോഗ്രാം. അപ്പോൾ അതൊരു ആഗ്രഹമായിട്ട് മാഷ് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അതുപോലെ തിരുവനന്തപുരം കാലത്ത്, ഈ കേരളത്തിലെ ജീവിതകാലത്ത് അദ്ദേഹത്തിന് സിനിമകൾ യഥാർത്ഥത്തിൽ കുറവായിരുന്നു. സിനിമകൾ കുറവായിരുന്നു പറഞ്ഞാൽ പല സിനിമകളും പല പ്രോജക്റ്റുകളും ഒത്തുവരുന്നില്ല. എന്തോ മാഷിൻ്റെ അടുത്തേക്ക് വരാനുള്ള ഒരു ഭയം കൊണ്ടാണോ, അല്ലെങ്കിൽ മാഷിനെ വന്ന് എന്തോ അങ്ങനെ മാഷിന് വളരെയധികം പടങ്ങളൊന്നും വന്ന് ഇല്ലായിരുന്നു. നന്ദനം, മിഴിരണ്ടിലും, വടക്കുംനാഥൻ, അങ്ങനെ എണ്ണം പറഞ്ഞ കുറച്ച് സിനിമകൾ. അപ്പോൾ ആ സിനിമകളിലെ പാട്ടുകൾ അവസാന കാലത്ത് ചെയ്ത പാട്ടുകളാണ്. ആ പാട്ടുകളൊക്കെ മലയാളികൾ ഒരു വളരെ അത്ഭുതത്തോടു കൂടിയാണ് ആ പാട്ടുകളുടെ ഓരോ പാട്ടുകളും അങ്ങനെ ഉത്ഭവിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അതിനോട് അടുത്ത് നിന്ന് കാണാനും ആ കമ്പോസിങ് കാണാനും അതിൻ്റെ സമയത്തുള്ള അദ്ദേഹം പാടുന്നത് കേൾക്കാനും ഒക്കെ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. കേരളത്തിൽ താമസിക്കുന്ന സമയത്ത് വരുന്ന ചിത്രങ്ങളിൽ യേശുദാസിന് പുറമെ മറ്റ് ഗായകരെയും ഉൾക്കൊള്ളിക്കാൻ
മാസ്റ്റർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പണ്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി പണ്ട് യേശുദാസിന് വേണ്ടി മാത്രം ആ, പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന മാസ്റ്റർ പിന്നെ പുതിയ ഗായകരെ കൊണ്ടുവരാനും അവർക്കെല്ലാം അവസരങ്ങൾ കൊടുക്കുവാനും എം ജി ശ്രീകുമാറിനായാലും വേണുഗോപാലിനായാലും അപ്പോൾ അതുപോലെയുള്ള ഗായികമാർക്കുമൊക്കെ മാസ്റ്റർ പുതിയ പുതിയ ആളുകളെ കൊണ്ടുവരുന്നതിനുള്ളൊരു വ്യഗ്രത അവസാന കാലത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ജീവിതത്തിൻ്റെ അവസാന ഘട്ടമാണ് എന്ന് മാസ്റ്റർ ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല. കാരണം മാഷ് നല്ല ആരോഗ്യ ദൃഢഗാത്രനും നല്ല രസകരമായി ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അവസരത്തിലാണ് അദ്ദേഹത്തിന് ഈ രോഗാതുരനാവുന്നത്. അപ്പോൾ ഒരിക്കൽ മാഷിങ്ങനെ പറഞ്ഞു, യേശുദാസ് എനിക്കിങ്ങനെ ഒരു അസുഖം ഒന്നും സംഭവിക്കില്ലായിരിക്കും, കാരണം അല്ല ആരെയും ദ്രോഹിക്കാത്ത ആരെയും പ്രയാസപ്പെടുത്താത്ത എനിക്കെന്താ ഇങ്ങനൊരു അസുഖം വന്നതെന്ന് മാഷ് ആദ്യം ചില സന്ദർഭങ്ങളിൽ മാഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനും അങ്ങനെ ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ജീവിതത്തിൻ്റെ ഒരു ലാസ്റ്റ് ഫേസിലാണ് എന്ന് മാഷിന് അങ്ങനെ ഒരു ചിന്തയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രോഗം പിടിപെട്ടപ്പോൾ അദ്ദേഹം സ്വയം പറയുമായിരുന്നു, ഇങ്ങനെ നമുക്കിങ്ങനൊരു രോഗം വരാൻ ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല, ഒന്നുമില്ലാത്ത എനിക്ക് വേറെ കുഴപ്പമൊന്നും വരുത്തില്ലായിരിക്കും അല്ലേ എന്ന് എന്നോട് തന്നെ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ അവസാന കാലത്ത് ഈ ഷൂട്ടിംഗ് സമയത്തും അല്ലാതെയുള്ള സംഭാഷണങ്ങളിലൊക്കെ പുള്ളി വ്യക്തിപരമായും പുള്ളിക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടായി, ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ട ഒരു കാലഘട്ടത്തിൽ കൂടെ ആയിരുന്നു പുള്ളി പോയിക്കൊണ്ടിരുന്നത്. പുള്ളിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അവിടെ ഒരു മരണം നടക്കുകയും ആ മരണത്തെ ചൊല്ലിയുണ്ടായ വിവാദങ്ങളുമൊക്കെ ഈ സംഗീത സംവിധായകനെ വല്ലാതെ അലട്ടിയിരുന്നു. അതിൻ്റെ വേദനയും അതിൻ്റെ ആത്മസംഘർഷങ്ങളും ഒക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിന് ചില ഒരു വിഷമം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. മറ്റൊന്ന്, സിനിമാ രംഗത്തെ കുതികാൽ വെട്ടും പാരവെപ്പുകളും ഒക്കെ രവീന്ദ്രൻ മാഷിന് അത്തരം കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പം അദ്ദേഹത്തിന് മുമ്പിലേക്ക് വരുന്ന പാട്ടുകൾ അദ്ദേഹം ചെയ്യും. പിന്നെ അദ്ദേഹത്തിന് ആ പാട്ടുകൾ കമ്പോസ് ചെയ്യുന്നതിനൊക്കെ ചില രീതികളുണ്ട്. വന്ന ഉടനെ തന്നെ പാട്ട് കമ്പോസ് ചെയ്ത് അങ്ങനെയല്ല, അതിനൊരു സമയമെടുക്കും. അദ്ദേഹത്തിൻ്റെതായ ഒരു രീതിയുണ്ട്. ആ സമയത്താണ് അദ്ദേഹം അത് ചെയ്യുന്നത്. അതിൻ്റേതായ ചില ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ റിസൾട്ട് ഭയങ്കരമായിരിക്കും. അവസാന കാലത്ത് ഒരുപാട് പല അവസരങ്ങളും തന്നിൽ നിന്ന് തട്ടിമാറ്റി പോകുന്നത് മാഷിന് വളരെയേറെ വേദനയുണ്ടാക്കി. അത് വ്യക്തിപരമായ ദുഃഖങ്ങളും അതുപോലെ പ്രൊഫഷണൽ ദുഃഖങ്ങളും അദ്ദേഹത്തെ അവസാനം കാലത്ത് വേട്ടയാടിയിരുന്നു. കാരണം ഗാനരചയിതാക്കൾ തന്നെ സംഗീത സംവിധായകരായി മാറിക്കൊണ്ട് തൻ്റെ അവസരം തട്ടിയെടുക്കുന്ന ഒരു കാര്യം ഒരിക്കൽ അദ്ദേഹം പറഞ്ഞിരുന്നു. ഞാൻ ആ പേരുകൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ അതൊക്കെ മാഷിന് വളരെ ഒരു അമർഷവും വേദനയൊക്കെ ഉണ്ടാക്കിയ കാര്യങ്ങളായിരുന്നു. പ്രണവ് മാർട്സിൻ്റെ ചിത്രങ്ങളിൽ വളരെ പ്രശസ്തമായ പാട്ടുകളെല്ലാം കമ്പോസ് ചെയ്ത മാസ്റ്റർക്ക് പിൽക്കാലത്ത് ആശീർവാദ് സിനിമാസ് രൂപീകൃതമായി അവർ നിർമ്മിച്ച ചിത്രങ്ങളിലൊന്നും പങ്കാളിയാകാൻ കഴിഞ്ഞില്ല, അവരുമായിട്ട് ഒത്തുചേരാൻ കഴിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു മോഹൻലാൽ മോഹൻലാൽ ആൻ്റണി പെരുമ്പാവൂർ മോഹൻലാൽ കോമ്പിനേഷൻ്റെ ഒരു സിനിമയിൽ സംഗീത സംവിധാനം. അത് പലപ്പോഴും അദ്ദേഹത്തിനും വിഷമമുണ്ടാക്കിയ ഒരു കാര്യമാണ്. പലപ്പോഴും അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരവസരം രഞ്ജി പണിക്കർ സംവിധാനം ചെയ്യുന്ന ഒരു പ്രോജക്റ്റ്, അപ്പോൾ അത് രവീന്ദ്രൻ മാഷ് സംഗീതം എന്നുള്ള തരത്തിൽ കോട്ടയത്ത് കമ്പോസിങ്ങും കാര്യങ്ങളൊക്കെ ആരംഭിച്ചതാണ്. പക്ഷേ എന്തോ അവസാന നിമിഷം അത് ആൻ്റണിയുമായിട്ട് എന്തോ സംസാരിച്ച് അത് എന്തോ നിസ്സാര കാര്യത്തിന് തെറ്റിപ്പിരിയുകയും അത് ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ചില പ്രോജക്റ്റുകളൊക്കെ ഈ അവസാന നാളുകളിൽ അദ്ദേഹത്തിന് നഷ്ടമായി. അതിൻ്റെ ഒരു വേദനയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മോഹൻലാൽ തന്നെ പലപ്പോഴും ചോദിക്കാറുണ്ട്, അത് രവിയേട്ടൻ എന്താ അങ്ങനെ ആൻ്റണിയുമായിട്ടൊക്കെ ഇങ്ങനെ പിണങ്ങിയത് എന്താണെന്ന് ഒരു ഘട്ടത്തിൽ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒരു വിഷമകരമായൊരവസ്ഥയായി. പിന്നീട് അദ്ദേഹത്തിന് കൊച്ചിയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയിൽ ഏറ്റവും വിശ്വസ്തനായ വ്യക്തി നൽകിയ ചില ഉപദേശങ്ങൾ, ചില അന്ധവിശ്വാസങ്ങൾ, ഇതിലൊക്കെ മുറുകെ പിടിച്ച് മരുന്നുകൾ ഒഴിവാക്കുകയൊക്കെ ചെയ്യുന്നൊരു സ്ഥിതിയൊക്കെ ഉണ്ടായി. അതൊക്കെ വേറൊരു തലത്തിലേക്ക് മാഷിനെ കൊണ്ടുപോകുന്ന പോലെയാണ് തോന്നിയത്. പിന്നെ നമ്മൾ അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്തയാണത്. ആ വിയോഗ വാർത്ത ചെന്നൈയിലാണ്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ചെന്നൈയിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരികയും അത് കൊച്ചിയിലോ അല്ലെങ്കിൽ കൊല്ലത്തോ തിരുവനന്തപുരത്തോ വെച്ച് അതിന് വേണ്ട അദ്ദേഹത്തിന് ആചാരപരമായി നൽകേണ്ട ഒരു ട്രിബ്യൂട്ട് നമ്മുടെ കലാകേരളത്തിന് നൽകാനുള്ളൊരു അവസരം ഉണ്ടായില്ലെന്നുള്ളതും
ഒരു വിഷമകരമായ ഒരു കാര്യമായിട്ട് എപ്പോഴും നമ്മുടെ മനസ്സിൽ നീറിപ്പിടിച്ച് നിൽക്കും.